എല്ലാവർക്കും നമസ്കാരം. കേരള കോളിംഗ് ആണ്. ഞാൻ മുൻഷി രഞ്ജിത്താണ്. നമുക്ക് തൃപ്പൂണിത്തുറ ഹിൽ പാലസിലേക്ക് ഒരു യാത്ര പോകാം. തൃപ്പൂണിത്തുറ ഹിൽ പാലസ് എന്ന് പറഞ്ഞാൽ പലർക്കും മനസ്സിലാവണമെന്നില്ല. മണിച്ചിത്രത്താഴ് സിനിമയിലെ മാടമ്പള്ളി തറവാട്ടിലേക്ക് ഒരു യാത്ര എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാകും. പ്രസ്തുത സിനിമയിൽ മാടമ്പള്ളി തറവാടായിട്ട് ഭൂരിഭാഗവും ചിത്രീകരിച്ചിരിക്കുന്നത് തൃപ്പൂണിത്തുറ ഹിൽ പാലസ് ആണ്. കൊച്ചി രാജവംശത്തിൻ്റെ ആസ്ഥാനമായിരുന്ന ഹിൽ പാലസ് അത് ഇപ്പോൾ പുരാവസ്തു വകുപ്പിൻ്റെ കീഴിൽ പുരാവസ്തു മ്യൂസിയമായി മാറ്റപ്പെട്ടിരിക്കുന്നു. അതിൻ്റെ ആകാശ ദൃശ്യമാണ് നമ്മൾ ഈ കാണുന്നത്. വിവിധങ്ങളായ പൂന്തോട്ടങ്ങളും വിവിധങ്ങളായ കെട്ടിടങ്ങളും ഒക്കെ ആ സമുച്ചയത്തിലുണ്ട്. ഇന്നസെൻറ്റിൻ്റെ കഥാപാത്രം രാഘവോ എന്ന് വിളിച്ച് കയറിക്കൊണ്ടുവന്ന അതേ മാടമ്പള്ളി തറവാട് തന്നെയാണ്. നകുലനും ഗംഗയും കാർ ഓടിച്ച് വരുന്ന വഴിയിലൂടെ നമ്മളും കാർ ഓടിച്ചു പോവുകയാണ്. ഹിൽ പാലസ് എന്ന പേര് അന്വർത്ഥമാക്കുന്ന വിധം ഒരു ഹില്ലിൽ തന്നെയാണ് ഈ പാലസ് ഇരിക്കുന്നത്. ആ കൊട്ടാര സമുച്ചയത്തിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ അല്പം വളഞ്ഞ് തന്നെ എത്തിച്ചേരേണ്ടതുണ്ട്. കാഴ്ചക്കാരായിട്ട് വന്നവരുടെ നിരവധി കാറുകൾ പാർക്ക് ചെയ്തിട്ടുണ്ട്. പുരാവസ്തു മ്യൂസിയത്തിൻ്റെ മുൻവശം ഇതാണ്. ഈ ദൃശ്യങ്ങൾ പല ഷോട്ടിലും നമ്മൾ സിനിമയിൽ കണ്ടിട്ടുണ്ട്. കൊട്ടാരത്തിന് മുന്നിലെ മനോഹരവും വിശാലവുമായ ഉദ്യാനമാണ് ഇത്. അവിടെ എപ്പോഴും ജോലിക്കാരുണ്ട്. മാടമ്പള്ളി തറവാടിൻ്റെ മുൻവശം ഇതാണ്. സംശയിക്കേണ്ട, KPC ലളിതയും ശോഭനയും നടന്നു വന്ന് സംസാരിച്ച അതേ ഇടവഴി തന്നെയാണിത്. ഇപ്പോൾ പെയിൻ്റ് ഒന്ന് മാറി, നിറമൊന്ന് മാറി. അങ്ങനെ അതുവഴി ഞങ്ങൾ പതുക്കെ ഒന്ന് നടന്ന് താഴേക്ക് ഇറങ്ങി. ഈ വഴികളും ഈ ദൃശ്യവും ഒക്കെ പലപ്പോഴും സിനിമയിൽ നമ്മൾ കണ്ടു കാണും. ഇനി കാണുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഒരു കാര്യം ഉറപ്പാണ്, ഇതുവഴി നടക്കുമ്പോൾ കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും കൊച്ചി രാജാവിനെക്കുറിച്ചോ കൊച്ചി രാജവംശത്തിനെക്കുറിച്ചോ അല്ല ഓർമ്മ വരുന്നത്. നകുലനെയും സണ്ണിയെയും ഗംഗയെയും നാഗവല്ലിയെയും ഒക്കെയാണ്. അതൊരു വല്ലപ്പോഴും സംഭവിക്കുന്ന ഒരു മഹത്തായ സിനിമയുടെ വിജയമാണ്, സിനിമയുടെ സ്വാധീനമാണ്. മലയാളികളെ അത്രയധികം സ്വാധീനം. അല്പം യാഥാർത്ഥ്യത്തിലും കൂടെ പോകാം, അല്ലെങ്കിൽ ചരിത്രത്തിലേക്കും കൂടെ പോകാം. അക്കാലത്ത് ചില ലിഖിതങ്ങൾ എഴുതിയിട്ടുള്ള ശിലകൾ ഇപ്പോഴും അവിടെ സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. ഭാഷ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ പുരാതന മലയാള ഭാഷയാകണം എന്ന് കരുതുന്നു. ഒരു പിടിയും കിട്ടുന്ന സണ്ണിയെപ്പോലെയാണ് ചരിത്രത്തിൻ്റെയും പാരമ്പര്യത്തിൻ്റെയും മഹിമയും പ്രൗഢിയും വിളിച്ചോതുന്ന തൃപ്പൂണിത്തുറ ഹിൽ പാലസിൽ നിന്ന് പടിയിറങ്ങുന്നത്. അങ്ങനെ സിനിമയും ചരിത്രവും കെട്ടുപിണഞ്ഞു കിടക്കുന്ന ഓർമ്മകളുമായി ഞങ്ങളും ഹിൽ പാലസിൻ്റെ പടിയിറങ്ങി പുതിയൊരു യാത്രയിലേക്ക് പോകുന്നതിനായി.